അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇന്ന് 2-ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ തന്നെ കുടിക്കാനുള്ള വെള്ളമെല്ലാം തിളപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. രാത്രി അമ്മയ്ക്ക് കൂട്ടിരുന്നത് കുഞ്ഞമ്മയാണ് കേട്ടോ. കുഞ്ഞമ്മയ്ക്ക് രാവിലെ തന്നെ ജോലിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്മ കിടക്കുന്ന വാർഡാണ് ഗൈസ്, ആരുമില്ല, ആകെ 2 പേഷ്യൻസ് മാത്രമേ ഉള്ളൂ, അമ്മയും വേറൊരു ആൻറ്റിയും കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അമ്മ ഭയങ്കര ക്ഷീണിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ ഭയങ്കര പെയിനായിരുന്നു, തലവേദന, കഴുത്ത് വേദനയൊന്നും സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ സിസ്റ്റർ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെയിൻ കില്ലറാണ് ട്രിപ്പായിട്ട് കൊടുക്കുന്നത്. ട്രിപ്പ് കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചായ വാങ്ങാനായിട്ട് പോയി കേട്ടോ. അമ്മ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. എന്നിട്ട് ചായയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വ്യൂ കേട്ടോ. പേരൂർക്കട ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ച് പേരൂർക്കടോട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്, ഹോസ്പിറ്റലിനകത്തൊരു അമ്പലമുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ആദ്യമായിട്ടാണ് അവിടെ തിരുമേനി നിന്ന് പൂജ ചെയ്യുന്നത് ഞാൻ കണ്ടത്. എന്നിട്ട് ചായയും കൊണ്ട് നേരെ ലിഫ്റ്റിൽ കയറി നമ്മുടെ വാർഡിലോട്ട് പോവുകയാണേ. വെയിലിൻ്റെ വെട്ടമൊക്കെ അടിച്ച് തുടങ്ങി കേട്ടോ. ചെന്ന പാടെ അമ്മയ്ക്ക് ചായയും കൊടുത്തിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്ന കേസ് ഞാൻ ബെഡിലോട്ട് ഇങ്ങനെ ചാരി കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേനും എനിക്കൊരു ആശ്വാസമായി കേട്ടോ. അതേ കനത്തിരിക്കുന്നുണ്ട് എൻ്റെ മുഖം. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേനും കുഞ്ഞമ്മയുടെ മോള് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കൂട്ടിരിക്കാനായിട്ട്. ഇനി എനിക്ക് ജോലിക്ക് പോകണം. അപ്പം ഞാൻ 2 ദോശയും വടയും വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര കാര്യമായിട്ട് കഴിക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഒരു ദോശ പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മൈൻഡ് എന്തോ ശരിയല്ല, എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിച്ച പാതി കഴിക്കാത്ത പാതി ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് ഫ്രഷായി ജോലിക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ.